ദിവസങ്ങൾ കടന്നുപോയി. വേദ വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. ഇതിന്റെ ഇടയ്ക്ക് വേദയുടെ കോളേജിൽ പോയി അവിടെയുള്ള അവളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പം സാധനങ്ങളെല്ലാം തന്നെ എത്തിച്ചിരുന്നു. അത് വേദയുടെ തീരുമാനത്തിൽ തന്നെ അവൾക്ക് തിരികെ പോകാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞതിനാലുമാണ്. ഒപ്പം ദർശിപ്പോൾ അവളുടെ തീരുമാനത്തിന് എതിരെ നിൽക്കില്ല. പകരം അവളെ അവളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. ഒപ്പം പ്രണയത്താൽ അവളെ തരളിത് ആക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ആ സമയങ്ങളിൽ ദർശിന്റെ പ്രവൃത്തികളെല്ലാം വേദയെ അവനിലേക്ക് പ്രണയത്തോടെ വരാൻ കാരണമാക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്നത്തെ പോലെ ദർശിന്റെ ബംഗ്ലാവിൽ രാവിലെ സൂര്യപ്രകാശം ഗ്ലാസ് പാളികളിൽ കടന്ന് വേദയുടെയും ദർശിന്റെയും റൂമിനുള്ളിലേക്ക് കടന്നു വന്നു. ആ വെളിച്ചമാണ് വേദയുടെ ഉറക്കമുറിയാൻ കാരണം. വേദ മയക്കത്തിൽ നിന്നും കണ്ണു തുറന്നപ്പോൾ അവളുടെ മുഖത്തേക്ക് സൂര്യന്റെ വെളിച്ചം അടിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ചയെ നല്ലതുപോലെ സ്വാഗതം ചെയ്തുകൊണ്ട് പതിയെ തലയുയർത്തി നോക്കി. എന്നിട്ട് പിന്നെയും തല താഴ്ത്തി വെച്ചു. അവൾ ഇപ്പോഴും ദർശന നെഞ്ചിലാണ് കിടക്കുന്നത്. ഇപ്പോഴെന്നല്ല, ഇവിടെ വന്ന ദിവസം മുതൽ അവൾ അവന്റെ നെഞ്ചിൽ കിടന്നല്ലാതെ ഉറങ്ങാൻ തനിക്ക് പറ്റാറില്ല എന്ന് ചിരിയോടെ ഓർത്തു. അതിനാൽ തന്നെ വേദ പതിയെ ദർശനെ നോക്കി. അവളുടെ കണ്ണുകൾ പ്രണയത്തോടെ അവന്റെ കണ്ണിലും ചുണ്ടിലും എല്ലാത്തിലും പാഞ്ഞു നടന്നു. ആരെയും മയക്കുന്ന സൗന്ദര്യം അവനിലുണ്ട്. ആ ഭംഗി കാണും തോറും ദർശന്റെ മുഖത്ത് വേദയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു. നല്ല മയക്കത്തിൽ തന്നെയാണവൻ. വേദ വിടരുന്ന മുഖത്തോടെ അവനെ നോക്കി. അവസാനം അവന്റെ ചുണ്ടിലായിരുന്നു വേദയുടെ കണ്ണുകൾ ചെന്ന് നിന്നത്. അവന്റെ ചുവന്ന ആ ചുണ്ടുകൾ കാണുമ്പോൾ വേദയിൽ വല്ലാത്തൊരു മാറ്റമുണ്ടായി. അവൾക്ക് എന്തുകൊണ്ടോ അവന്റെ ചുണ്ടുകളൊന്ന് നുണയാൻ തോന്നി. ആ കൊതിയെ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ അവൾ പതിയെ അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പതിയെ പെട്ടെന്ന് ദർശി കണ്ണു തുറന്ന് അവളെ നോക്കി. പെട്ടെന്നായതിനാൽ വേദ ഞെട്ടിപ്പോയി. ദർശാണെങ്കിലോ കുസൃതിയോടെ അവളെ നോക്കി കിടക്കുകയാണ്. അത് കണ്ടതും ദർശി ചിരിയോടെ തന്റെ പുരികമുയർത്തി ചോദിച്ചുകൊണ്ട്, എന്താണ് ഭാര്യയെ, രാവിലെ തന്നെ എന്റെ ചോര ഊറ്റി കുടിക്കുകയാണോ? എന്താണ് രാവിലെ? കുസൃതിയോടെയുള്ള അവന്റെ ചിരിയിൽ വേദ ആകെ ചമ്മി എന്ന് തന്നെ പറയാം. പക്ഷെ അത് അവന്റെ മുന്നിൽ പ്രകടിപ്പിക്കാതെ അവൾ, ഓ പിന്നെ, കാണാൻ പറ്റിയ സൗന്ദര്യം, ഇയാളാര്, ഗന്ധർവനോ? വേദയുടെ ഭാവമാറ്റം മനസ്സിലായ ദർശി ചിരിയോടെ തന്നെ, ആ, ഗന്ധർവൻ തന്നെയാണ്. നിന്റെ മനസ്സിൽ കയറിയ ഗന്ധർവനല്ലേ? അവന്റെ ചോദ്യം കേട്ടതും വേദ, അയ്യേ, ബിസിനസ് ലോകത്തിലെ ബാങ്ക്നെറ്റ് ആണോ ഇങ്ങനെ? അയ്യേ. അവൾ ശരിക്കും അവനെ കളിയാക്കി. അവളുടെ കുറുമ്പ് ആസ്വദിച്ചുകൊണ്ട് തന്നെ ദർശി തുടർന്നു, അതിന് ഞാൻ എന്റെ ഭാര്യയോടാണ് ചിണുങ്ങുന്നത്. അതിനെന്താ, നിനക്കിഷ്ടായില്ലേ? ദർശിന്റെ ചോദ്യവും എല്ലാം തന്നെ വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും അത് കാണിക്കാതെ അവനെ നല്ലതുപോലെ പുച്ഛിച്ചു വിട്ടു. അത് കണ്ട ദർശ്, എന്തായാലും രാവിലെ എന്തോ ചെയ്യാൻ വന്നതല്ലേ എന്റെ ഭാര്യ, എന്നാ അതങ്ങ് ചെയ്തൂടെ? ദർശിന്റെ ചോദ്യത്തിൽ പെട്ടെന്ന് വേദ പിടച്ചിലൂടെ എണീറ്റിട്ട്, എന്ത്? ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു? പോയെ പോയെ. അത്രയും പറഞ്ഞു മാറാൻ തുടങ്ങിയതും, ഇങ്ങ് വാ പെണ്ണെ, കിച്ചേട്ടാ എന്ന് മുഴുവൻ പറയാൻ വേദയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ദർശ അവളെ ബെഡിലേക്ക് മറിച്ചിട്ടിട്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ വേദയുടെ ചുണ്ടുകൾ കവർന്നു. വേദയൊന്ന് ഏങ്ങിപ്പോയി. ദർശ പതിയെ വേദയുടെ ചുണ്ടിന്റെ ഓരോ ഇതളുകളെ നുണഞ്ഞുകൊണ്ടിരുന്നു. അത്രമേൽ മധുരമായി. ഒപ്പം അവന്റെ കൈകൾ അവളുടെ ശരീരത്തിൽ പലയിടത്തായി തഴുകി പാഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ പ്രവൃത്തിയിൽ വേദ വിറച്ചുപോയി. അവന്റെ ഓരോ സ്പർശനവും വേദയുടെ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വേദ ഞെട്ടലോടെയും പിടച്ചിലോടെയും അറിഞ്ഞു. അതിനു ഫലമായി വേദയുടെ കൈകൾ ദർശിന്റെ മുടിയിഴകളിൽ കോർത്തുകൊണ്ടിരുന്നു. അവനെ പിന്നെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. ദർശൻ തിരിച്ചറിഞ്ഞു വേദയിലുണ്ടായ മാറ്റം. ഒപ്പം അവനിലും. ഇനിയും മുന്നോട്ടു പോയാൽ താൻ താങ്ങില്ല എന്ന് മനസ്സിലായ ദർശി പെട്ടെന്ന് വേദയെ തന്നിൽ നിന്നും അടർത്തിയിട്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു. ഇരുവരുടെയും നെഞ്ചിടിപ്പ് ശരിക്കും ഉയർന്നിരുന്നു. അത് പഴയ അവസ്ഥയിലാകാൻ അവരിരുവരും കാത്തിരുന്നു. ആ നിമിഷം വേദയിലുണ്ടായത് വേദനയായിരുന്നു.
അവനിങ്ങനെ അവളിൽ നിന്നും അകന്നു മാറുന്നതാണ് വേദയിൽ ഇപ്പോഴുള്ള വിഷമം. പക്ഷെ ദർശനോട് അവൾക്ക് തുറന്നു പറയാൻ കഴിയുന്നുമില്ല. സത്യം പറഞ്ഞാൽ വേദ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ദർശിന്റെ വേദയാകാൻ, അവനിൽ ചേരാൻ, അവന്റെ എല്ലാമാകാൻ. അത് മനസ്സിൽ നിറഞ്ഞതും വേദയുടെ കണ്ണുകൾ ചെറുതായി ഈറനായി. എന്നാൽ ഇതൊന്നും അറിയാതെ ദർശൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, വേദ, ഉം, എന്തോ, ഇങ്ങനെ കിടന്നാ മതിയോ? നമുക്ക് ഓഫീസിൽ പോകണ്ടേ? ഇന്ന് നിന്റെ ഫസ്റ്റ് ഡേ അല്ലേ? ദർശിന്റെ ആ ഒറ്റ ചോദ്യം മതിയായിരുന്നു വേദയുടെ മനസ്സിലെ പ്രണയം മാറി അവിടെ ഭയം നിറയാൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവന്റെ നെഞ്ചിൽ നിന്നും എഴുന്നേറ്റിട്ട് കെഞ്ചലോടെ, ഞാൻ വരണോ കിച്ചേട്ടാ? എനിക്ക് മടിയാ, എനിക്ക് വയ്യ, എനിക്കിതൊന്നും കഴിയില്ല. വേദ, ദർശന്റെ വാക്കുകളിൽ ഗൗരവം നിറഞ്ഞു. അത് കണ്ടതും വേദ പതിയെ തല താഴ്ത്തി. അവൾക്ക് അവന്റെ ദേഷ്യം മാത്രം താങ്ങില്ല. അത് മനസ്സിലായ ദർശന് വേദന തോന്നിയെങ്കിലും താൻ ഇപ്പോൾ ഇങ്ങനെ നിന്നില്ല എങ്കിൽ ഉറപ്പായും വേദ വരില്ല എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ദർശ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് റെഡിയാകാനായി പോയി. വേദയാണ് എങ്കിലോ അവന്റെ ആ പ്രവൃത്തി വേദനയോടെയായിരുന്നു നോക്കിയത്. അവൾക്കും അറിയായിരുന്നു ദർശ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന്. അതിന് താനാണ് കാരണമെന്നും. പിന്നെ സമയം പെട്ടെന്ന് തന്നെ കടന്നുപോയി. ദർശ് റെഡിയാവുകയാണ്. മാത്രമല്ല വേദയ്ക്ക് വേണ്ടി അവൻ തന്റെ ഡിസൈനറെ കൊണ്ട് തയ്യാറാക്കിയ ഡ്രസ്സും അവൻ എടുത്തു വെച്ചിട്ട് വേദയോട് വേഗം റെഡിയായി വരാനായി പറഞ്ഞു. അവൾക്ക് നോ പറയാനുള്ള ഒരു സമയവും ദർശ് കൊടുത്തില്ല. അങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിലെല്ലാം ഫയലിൽ നോക്കിക്കൊണ്ട് ദർശ് ഇരുന്നതിനാൽ തന്നെ വേദയ്ക്കൊന്നും പറയാനും പറ്റിയില്ല. അങ്ങനെ ഓഫീസിൽ വന്നു. ആദ്യമായി വന്ന വേദയ്ക്ക് സ്വീകരണങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോഴും ഒന്നും വേദയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ മാനേജിംഗ് ഡയറക്ടറുടെ റൂമിൽ കയറിയ വേദ മുഷിച്ചിലൂടെ അവിടെയുള്ള സോഫയിൽ പോയി ഇരിക്കുന്നത് കണ്ട ദർശി ചിരിയോടെ, വേദ, അവിടെയല്ല, ഇവിടെ, ഇതാണ് നിന്റെ സീറ്റ്. സിഒയുടെ സീറ്റിലേക്ക് ഇരിക്കാനായി അവൻ വിരൽ ചൂണ്ടി. അത് കണ്ട വേദ മുഷിച്ചിലോടെ, കിച്ചേട്ടന്റെ സീറ്റിൽ എന്തിനാ ഞാൻ? പെട്ടെന്നാണ് അവൾ ആ നെയിം ബോർഡ് കണ്ടത്. അത് കണ്ടതും വേഗം പോയി ആ ബോർഡ് കയ്യിലെടുത്തിട്ട് വിടരുന്ന കണ്ണുകളോടെ അവൾ അത് വായിച്ചു. മാനേജിംഗ് ഡയറക്ടർ വേദിക ദർശിദേവ്. കിച്ചേട്ടാ, ഇത്? വേദ വിശ്വസിക്കാനാകാത്തതുപോലെ നോക്കി. ദർശി ചിരിയോടെ അവളെ തന്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട്, നീ തന്നെ. ഇനി മുതൽ ഈ കമ്പനിയും നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്റെ ഭാര്യ ഇപ്പോൾ ഒരു കമ്പനിയൊക്കെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കിച്ചേട്ടാ, ഇതൊന്നും വേണ്ട, ഇതൊന്നും എനിക്ക് പറ്റില്ല, പ്ലീസ്. വേദയത് ഒട്ടും ഇഷ്ടപ്പെടാൻ പറ്റാത്തതുപോലെ നിഷേധിച്ചു കൊണ്ടേയിരുന്നു. അത് കണ്ട് ദർശി ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവളുടെ നെറുകിൽ ചുണ്ട് ചേർത്തിട്ട് അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട്, പേടിക്കാതെ വേദ, ഞാനുണ്ടാകും എല്ലാത്തിനും. പക്ഷെ ഇത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. എന്റെ വേദയ്ക്ക് കഴിയും. നീ അതിന് കഴിവുള്ളവളാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് വേദ. കിച്ചട, പ്ലീസ്, എനിക്കിതൊന്നും വേണ്ട. എനിക്കിപ്പോഴും വേദ, എനിക്കും നിനക്കൊപ്പം ഇരിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തമാണിത്. എന്റെ മാത്രമല്ല, നിന്റെയും. കാരണം നീ എൻ്റെ ഭാര്യയാണ്, എൻ്റെ പാതിയാണ്. എന്നെ താങ്ങി നിർത്തേണ്ടവൾ, എനിക്ക് തുണയായി നിൽക്കേണ്ടവൾ. നിൽക്കില്ലേ നീ? ദർശിന്റെ വാക്കുകളും ചോദ്യവും കേട്ട വേദ അവൾ പോലും അറിയാതെ തലയാട്ടി. അത് മതിയായിരുന്നു ദർശന്. അവൻ അത്രമേൽ സന്തോഷത്തോടെ അവളുടെ നെറുകിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരാഴ്ചയ്ക്ക് ശേഷം വേദയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ദർശനം മനസ്സിലായി. എന്നാൽ അവരുടേതായ ട്രാക്കിലെത്താൻ അവൾക്കൊപ്പം ദർശമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദർശനും വേദയ്ക്കും ബിസിനസ് വേൾഡിൽ തന്നെ ഒരു വലിയ ഫംഗ്ഷന് പോകേണ്ടതായി വരുന്നു. അങ്ങനെ വേദയും ദർശനും ആ ഫംഗ്ഷന് വേണ്ടി റെഡിയായി ചെന്നു. അവിടെ ദർശനും വേദയ്ക്കും നല്ല രീതിയിൽ VIP ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയായിരുന്നു. വേദയുടെയും ദർശന്റെയും ഫോട്ടോകൾ അവിടെ വന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ എടുക്കുന്നുണ്ടായിരുന്നു. വേദ അത്രമേൽ സുന്ദരിയായിരുന്നു. അതിനാൽ തന്നെ അവളുടെ ഫോട്ടോയും അവന്റെ ഫോട്ടോയും എടുക്കുന്നതിൽ ആളുകൾ ഒത്തിരി പോലും പുറകോട്ട് നിന്നില്ല. അതിൽ ദർശ ഹാപ്പിയാണ് എങ്കിലും വേദ ആകെ
ഇഷ്ടക്കേടിലായിരുന്നു. അവളുടെ കണ്ണുകൾ ദർശിന് ചുറ്റുമുള്ള പെൺകുട്ടികളെ കണ്ടതും വേദയുടെ കണ്ണുകൾ കോർത്തു. ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നാൽ കൂടെ ദർശന് ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ശരീരവും സൗന്ദര്യവും ഉള്ളവനാണ്. ഏതൊരു പെൺകുട്ടിയെയും മയക്കാൻ കഴിയുന്ന അത്രയും സൗന്ദര്യ സമ്പന്നൻ തന്നെയാണ് അവൻ. ചിട്ടയായ ജീവിതശൈലിയുടെ ദർശ നേടിയെടുത്തതാണ് ഈ സൗന്ദര്യം. പലപ്പോഴായി ബിസിനസ് മാഗസീനുകളിൽ അവന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. എങ്കിലും പല മോഡൽ കമ്പനികളും തങ്ങളുടെ കമ്പനിയുടെ മോഡലാകാൻ അവനെ പലപ്പോഴായി സമീപിച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും താല്പര്യമില്ലാത്തതിനാൽ തന്നെ അവൻ അതിനൊന്നും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നുമില്ല. പക്ഷേ അവൻ പോലും അറിയാതെ ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ വെച്ചിട്ടാണ് അവന് ഇങ്ങനെ ഫാൻസുകളുണ്ട് എന്ന് അവന് മനസ്സിലായത്. ഒപ്പം അത് സ്ഥിരമായതിനാൽ അത് വലിയ കാര്യമാകാത്തതിനാൽ തന്നെ ആ പെൺകുട്ടികളുടെ ഒപ്പം ഫോട്ടോ എടുക്കലും മറ്റും അവൻ കാര്യമായി എടുത്തില്ല. എന്നാൽ ഇതെല്ലാം നോക്കി നിന്ന വേദയുടെ കണ്ണുകൾ ദേഷ്യത്തിൽ നിറഞ്ഞു. ദർശന് ചുറ്റും പൊതിഞ്ഞ പെൺകുട്ടികളുടെ കണ്ണുകളിൽ അവനോടുമുള്ള ആരാധന മാത്രമല്ല എന്ന് വേദ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. ഇടയ്ക്ക് ദർശ് വേദയെ നോക്കുന്നുണ്ടെങ്കിലും ദർശന് അവളുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളോട് കൈകൾ കൊണ്ട് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് കൂടെയുള്ളവരുടെ ഫോട്ടോയിലേക്ക് അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇടയ്ക്ക് വേദയെ നോക്കിയ ദർശൻ ഞെട്ടിപ്പോയി. അവൾ നിന്ന സ്ഥലത്ത് വേദയില്ല എന്ന് ഇത് തിരിച്ചറിഞ്ഞതിനാൽ തന്നെ അവൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. പുറത്തു വന്ന ദർശി കാണുന്നത് ടെൻഷൻ കൊണ്ട് നിൽക്കുന്ന തൻ്റെ ഗാർഡ്സിനെയാണ്. അവിടേക്ക് വന്നതും അവരിലൊരു പ്രധാനി വന്ന് അവനോട്, സോറി സർ, മാഡം ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല. മാം ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയതിനാൽ ശ്യാം കൊണ്ടുപോയി. ഡാമിറ്റ്, നിങ്ങൾ എന്നിട്ട്? സർ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സാറിനെ വിളിക്കാൻ പോയാൽ ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ശ്യാം കൊണ്ടുപോയത്, അവർ പേടിയോടെ പറഞ്ഞു. ദർശ് അവരെ മറുപടി പറയാതെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് കാറിനുള്ളിലേക്ക് കയറി. ആദ്യം അവന്റെ ഗാർഡ്സ് അവന്റെ ദേഷ്യത്തിലൊന്ന് പതറിയെങ്കിലും അവർ പെട്ടെന്ന് തന്നെ അവനുമായി കാറിൽ കയറി. എന്നിട്ട് അവനുമായി ദർശന്റെ പാലസ് ലക്ഷ്യമാക്കി പാഞ്ഞു. കാറിലിരിക്കുമ്പോഴും ദർശന് വല്ലാത്തൊരു ദേഷ്യം തോന്നി. അവന് ഒരുപാട് കാലമായി അവനായി മാറ്റിവെച്ച അവന്റെ ദേഷ്യം. എന്നാൽ അത് അതുപോലെ തന്നെ തിരിച്ചു വന്നു. എന്നാൽ ഇതേ സമയം അവന്റെ പാലസിൽ വേദ ദേഷ്യത്തിൽ എന്തൊക്കെയോ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് തന്റെ ദേഷ്യം തീർക്കുകയായിരുന്നു. തുടരുന്നു. അപ്പോ ഞാൻ ഒരുപാട് വൈകിയെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞ ഫോണ് ഒന്നും നോക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ. നമ്മൾ ഓൾറെഡി കുഞ്ഞിൻ്റെ പല്ലൊക്കെ പോയി അവനാകെ ഇതായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പനിക്കോള്, പക്ഷെ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ രാവിലെ നമ്മുടെ പ്രവേശനോത്സവത്തിൻ്റെ ദിവസം അന്ന് രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ നഴ്സറിയിൽ വിടാൻ വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ മേടിച്ച് വെച്ച് കുഞ്ഞിനെ വിടാൻ വേണ്ടി റെഡിയായി. അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോകുന്നത് അവന് ഇഷ്ടമല്ല. അവൻ എണീക്കുന്നത് വരെ അവൻ്റെ അടുത്ത് കിടക്കണം. അങ്ങനൊരു വാശിയുണ്ട് ആൾക്ക്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരത്തെ എഴുന്നേറ്റു. എന്നിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക. ഞാനടുത്തില്ലാത്തതുകൊണ്ട് കുഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയതാ കട്ടിൽ നിന്ന്. അവൾക്ക് ബാലൻസ് കിട്ടിയില്ല. ആളൊന്ന് സ്ലിപ്പായി. പക്ഷെ അതിന് മാത്രമുള്ള വീഴ്ചയൊന്നും ആയിരുന്നില്ല. നല്ല കരച്ചിലായിരുന്നു പെയിൻ കൊണ്ട്. അത്രയും ഞാൻ പ്രതീക്ഷിച്ചുമില്ല. പക്ഷെ പെയിൻ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ഡൗട്ട് അടിച്ചു. അപ്പം തന്നെ ആളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ ഒക്കെ എടുക്കാൻ ഭയങ്കര പെയിനായിരുന്നു. കുഞ്ഞാകെ പേടിച്ച് ഞാനും ആകെ വീക്കായിപ്പോയി. ആകെ നമുക്ക് സത്യം പറഞ്ഞാൽ ആദ്യത്തെ കുട്ടിയാണ്. ആള് ഇപ്പം 2.5 വയസ്സായി. ഇപ്പോഴും അവന് ഒരു സെക്കൻഡിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിക്കുള്ളിൽ അവൻ കരഞ്ഞാൽ ഞാൻ കൂടെ കരയും. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ കൈക്കുഴ തെന്നിയായിരുന്നു. അത് കയറ്റിയിട്ടപ്പോൾ തന്നെ കുഞ്ഞ് ഭയങ്കര പെയിനല്ലേ, അവൻ ആകെ ഇതായി. അത് കഴിഞ്ഞപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കതിലൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്ലാസ്റ്റർ ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ ബാഗ് ഒന്നാമത് കുഞ്ഞതിടില്ല. പിന്നെ ഇവൻ തീരെ ചെറുതായതുകൊണ്ട് അതെവിടെയും കിട്ടുന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ഓർത്ത് ഓക്കെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് കുഞ്ഞ് അനങ്ങുമ്പോൾ കൊച്ചു കരയുക. അങ്ങനെ പിറ്റേ ദിവസം പിന്നെയും പോയിട്ട് നമ്മൾ കൈയൊക്കെ ഒന്ന് ബാൻഡൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തു. പിന്നെ കുഞ്ഞിനുള്ളത് ഓർഡർ ചെയ്തു. മറ്റേ സ്ലിംഗ് ബാഗ് ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ കയ്യിലിടുന്നത്, അത് ഓർഡർ ചെയ്തു. എല്ലാം ചെയ്തിട്ട് ഇത് എത്തുന്ന വരെ കുഞ്ഞിനെ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ.
സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ആളിപ്പോൾ ഒന്ന് സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ 1 മാസം എടുക്കും. പക്ഷേ എന്നാൽ ആ പെയിൻ ഒരു നമ്മുടെ നെഞ്ചീന്ന് മാറാൻ നിൽക്കുന്ന ആ ഒരു സ്പേസിൽ നിന്ന് ആള് മാറി. അപ്പം ഞാൻ ഓർത്ത് എഴുതാന്ന്. എഴുതി വെച്ച് കഴിഞ്ഞപ്പോഴോ നല്ല പനിയും ചുമയും. എനിക്കിപ്പോഴും മൂക്ക് അടഞ്ഞായിരിക്കുന്നത്. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണും. പക്ഷെ നമ്മുടെ കഥ തീരുകയാണ് കേട്ടോ. ഇനി ഒരു പാർട്ട് കൂടെ മാക്സിമം കാണുള്ളൂ. അല്ല എങ്കിൽ ഒരു പാർട്ട് കൂടെ കാണും. 2 പാർട്ട് അത്രേ ഉള്ളൂ. പിന്നെ താങ്ക്സ് കേട്ടോ. എന്നെ അന്വേഷിച്ച് വരുന്നവർക്ക് ഇത്ര നന്ദി പറഞ്ഞാലും തീരില്ല. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യണേ. ഇനി നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കില്ല. ഉടനെ തന്നെ സ്റ്റോറി ഇട്ടേക്കാം. അപ്പം ശരി. താങ്ക് യു.